ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ മാസം 1-ാം തീയതി. നമുക്കെല്ലാവർക്കും അറിയാം, മെയ് മാസം മാതാവിൻ്റെ വണക്കമാസം കഴിഞ്ഞാൽ അടുത്ത മാസം ഈശോയുടെ വണക്കമാസം തുടങ്ങേണ്ട ദിവസമാണ്. ജൂൺ മാസത്തിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത നമ്മുടെ ഈശോയുടെ, നമ്മുടെ ദൈവത്തിൻ്റെ തിരുഹൃദയം, മനുഷ്യമക്കളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയം. ആ ഹൃദയത്തെ ധ്യാനിച്ച് വണങ്ങി അതോർത്തുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നു. തിരുഹൃദയ വണക്കമാസം നമ്മൾ ചൊല്ലുന്നു. അത് തന്നെയാണ് നമ്മുടെ സഭയിൽ ഈശോയുടെ തിരുഹൃദയത്തിന് തുടർച്ചയായി കൊടുക്കുന്ന വണക്കത്തിൻ്റെ ദിവസങ്ങൾ. രണ്ടാമത്, അടുത്ത വ്യാഴാഴ്ച, അതായത് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച കുർബാനയുടെ തിരുനാളാണ്. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. ഈശോയുടെ പരിഹാര ബലിയാണല്ലോ പരിശുദ്ധ കുർബാന. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും തിരുരക്തവും തിരുജലവും ഒഴുകിയത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ്. കുർബാനയുടെ തിരുനാളാണ് അടുത്ത വ്യാഴാഴ്ച. അതിന് നമ്മൾ ഇന്നു മുതൽ ഒരുങ്ങും. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് നിരന്തരം ചൊല്ലാം. നമ്മുടെ ഓരോരുത്തരുടെയും ഇടവക പള്ളിയിലെ സക്രാരിയിൽ ഇരിക്കുന്നുണ്ട് ഈശോയുടെ ഹൃദയം, തുടിക്കുന്ന ഹൃദയം. നമ്മെ നോക്കി, ഇടവകയുടെ അതിർത്തിയിലാണെങ്കിലും നമ്മെ നോക്കിയിരിക്കുകയാണ് ഈശോ. ആരാണ് എന്നെ നോക്കി, എന്നെ ഓർത്ത്, എന്നെ ആരാധിക്കുന്നത് എന്ന്. ഈ തിരുഹൃദയ വണക്കമാസത്തിൻ്റെ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കുർബാനയുടെ തിരുനാളിന് ഒരുക്കമായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടിയാണ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് കത്തിജ്വലിക്കുന്നത് എന്നെങ്കിലും നമുക്ക് ഓർക്കാം. ജൂൺ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ വർഷത്തെ ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത, കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് 8-ാമത്തെ ദിവസമാണ് തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. അപ്പോൾ ഈ മാസം 1-ാം തീയതി തുടങ്ങുമ്പോൾ ഇപ്പോഴേ നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്, അതായത് ജൂൺ 12-ാം തീയതി തിരുഹൃദയ തിരുനാളിന് ഒരുങ്ങാം. തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ. അന്ന് വിശുദ്ധ അന്തോണീസിൻ്റെയും തിരുനാൾ കൂടിയാണ്. അപ്പോൾ ഈ മാസം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ എപ്പോഴും മനസ്സിൽ ഓർത്ത് ധ്യാനിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കാം. ഇന്നു മുതൽ നമുക്ക് 3 ദിവസം പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി മനസ്സിനെ ഒരുക്കാം. യോഗ്യതയോട് കൂടെ കുർബാന അർപ്പിക്കാൻ ഇന്ന് വരെ നമുക്ക് പറ്റിയിട്ടില്ല. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാന എന്തുമാത്രം വിലയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ച് നാളെ ഞാനൊരു വീഡിയോ ഇടാം. നാളെയോ മറ്റന്നാളോ. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അറിഞ്ഞ അത്ഭുതകരമായ, വേദനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന രഹസ്യങ്ങൾ. പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് തിരുഹൃദയത്തെ ഓർക്കാം. ഈശോയുടെ കത്തിജ്വലിക്കുന്ന ഹൃദയം, ആ ജ്വലനം നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും ഓരോ ദർശനങ്ങളോടും ഗബ്രിയേൽ ബോസിസ് എന്ന് പറയുന്ന ഒരു സഹോദരിയോടും ഈശോ പറഞ്ഞു, മോളെ, നീ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ? നീ എപ്പോഴും ദൈവം ദൈവം എന്ന് പറഞ്ഞ് വാനമേഘങ്ങളിൽ എവിടെയോ ഇരിക്കുന്ന ദൈവം എന്നതുപോലെയല്ലേ നിങ്ങൾ എന്നെ ഓർക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സ്നേഹം കാത്തു നിൽക്കുകയാണ് ഞാൻ. നിങ്ങൾ എന്നെ എപ്പോഴാണ് ഓർക്കുന്നത്? എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ഓർത്ത് നിൽക്കുകയാണ് ഞാൻ. നിങ്ങളുടെ കൂടെ നടക്കുന്ന, കൂടെ വസിക്കുന്നവനാണ് നിങ്ങളുടെ ദൈവം. ഞാൻ
ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അത് നിങ്ങളുടെ സ്നേഹമാണെന്ന്. സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഈശോയുടെ തിരുഹൃദയം. ഇത് നമുക്ക് ഓർത്താൽ മതി. ഈ മാസം ഈശോയുടെ തിരുഹൃദയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ചൊല്ലാം. ഇന്നും നാളെയും മറ്റന്നാളും പരിശുദ്ധ കുർബാനയെ ഓർക്കാം. ദിവ്യകാരുണ്യം വിളക്കന്നൂരിൽ ദിവ്യകാരുണ്യത്തിൽ തിരുവോസ്തിയിൽ ഈശോയുടെ പൊന്മുഖം പതിപ്പിച്ചു തന്ന്, ഇതാണ് ഞാൻ, നിങ്ങൾ വേണമെങ്കിൽ ഈ രൂപം ഓർത്തോളൂ എന്ന് പറഞ്ഞ് നമുക്കോർക്കാം. നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വയ്ക്കാം ഈശോയുടെ തിരുഹൃദയത്തെ. പരിശുദ്ധ കുർബാനയെ നമ്മൾ എന്തുമാത്രം വണങ്ങണം എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാം. ഈശോയുടെ തിരുഹൃദയത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ തിരുഹൃദയത്തിൻ്റെ മുകളിലുള്ള കുരിശ്, അതിനെന്ത് പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് കാണാം. അടുത്തത് ഇന്ന് മുതൽ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ദിനം കൂടിയാണ്. 13 ദിവസം ഒരുങ്ങാനുള്ളത്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ ഒരു ബോധ്യത്തോടെ ഇന്നത്തെ ദിവസം തുടങ്ങി വയ്ക്കാം. പറ്റാവുന്നവരെല്ലാം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ചൊല്ലണം. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിലെ അറകളെക്കുറിച്ച് എല്ലാ വർഷവും പറയാറുണ്ട്. പരിശുദ്ധ തൃത്വത്തിൻ്റെയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും ഐക്യ അറകൾ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്. അത് നിത്യരക്ഷയാണ്, പരിശുദ്ധ സ്നേഹമാണ്. നമുക്കിത് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ പരിശുദ്ധ കുർബാനയുടെ മഹത്വം, വില, വിശുദ്ധ കുരിശിൻ്റെ വില, അത് സാത്താൻ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ അറിയിപ്പ് നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.